أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي يرسل الرياح بشرا بين يدي رحمته حتى إذا أقلت سحابا إذا أقلت سحابا ثقالا سقناه لبلد ميت فأنزلنا به الماء فأخرجنا به من كل الثمرات كذلك نخرج الموتى لعلكم تذكرون. كذلك نخرج الموتى لعلكم تذكرون. والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا كذلك نصرف الآيات لقوم يشكرون. അള്ളാഹുവിൻ്റെ ഏകത്വം തൗഹീദ് റുബൂബിയത്ത് ഉലൂഹിയത്ത് ആരാധനയുള്ള തൗഹീദ് രക്ഷാകർത്തൃ തൗഹീദ് ഇതൊക്കെ ഇതിൻ്റെ മുന്നേ പറഞ്ഞത്. അതൊക്കെ സ്ഥാപിച്ചതിന് ശേഷം അള്ളാഹു എന്താ അറിയോ, പിന്നെ അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങളെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് പറയാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പല സന്ദർഭങ്ങളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടൊരു സംഗതിയാണ്, പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾക്ക് ഈ മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും എപ്പോഴെല്ലാം നമുക്ക് യാഥാർത്ഥ്യബോധമുണ്ടാകുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് സമാധാനം വർദ്ധിക്കുകയാണ് ചെയ്യുക. ആളുകൾ പൊതുവെ പറയും ഖബറും മരണവും നരകവും സ്വർഗമൊക്കെ പറഞ്ഞാൽ ആകെ മനുഷ്യൻ ബേജാറാവും. തന്നെ മനുഷ്യൻ്റെ എല്ലാ അസ്വസ്ഥതകളും കുറയുകയാണ് ചെയ്യുക കേട്ടാൽ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ മനസ്സിന് ശിഫയാണ്, ശമനമാണ്. ഖുർആൻ്റെ ഏത് സൂറത്തുകളും എടുത്ത് പരിശോധിച്ചാലും ഖുർആനിൻ്റെ ഒരു ബഹുഭൂരിപക്ഷം ഭാഗത്തും പരലോകത്തെക്കുറിച്ചും സ്വർഗനരകങ്ങളെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും നമ്മളുടെ മുന്നിലുള്ള ആകസ്മികമായി നിൽക്കുന്ന നമ്മുടെ മുന്നിലുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കും. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ഭൗതിക ജീവിതത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് എന്താ വെച്ചാൽ, എന്തിനെക്കുറിച്ച് ചിന്തിച്ചാലും അതിലൊരു അപൂർണത കാണാൻ പറ്റും. എന്തിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാലും ഒന്നും നമുക്ക് പൂർണ്ണ തൃപ്തിയാവില്ല.
നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ നമുക്ക് അസംതൃപ്തി നമ്മളിൽ ഉണ്ടാക്കപ്പെടും. നമ്മൾ എന്തെങ്കിലും ചിന്തിക്കും, അത് ശരിയായില്ല, അത് ശരിയായില്ല, അത് അങ്ങനെ ആയില്ല എന്നിങ്ങനെ തോന്നി നമുക്ക് ചെയ്യും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഭൗതികമായ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്ത വരിക. ആ ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് അസംതൃപ്തിയാണ് ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, ആയുസ്സിനെക്കുറിച്ച്, നമ്മുടെ സൗകര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ വരുമാനത്തെക്കുറിച്ച്, എന്തിനെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു നോക്കി, മനുഷ്യന് സംതൃപ്തകരമായ ഒന്നും തോന്നൂല. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ സംതൃപ്തകരമായതൊന്നും ചിന്തയിൽ വരൂല. ഇപ്പം എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് എന്തുണ്ടാവും, സന്തോഷിക്കാനും ആഹ്ലാദിക്കാനൊക്കെ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും. പക്ഷെ അത് നമ്മളെ ചിന്തയ്ക്ക് തന്നെ വരൂല, മനസ്സിക്ക് തന്നെ വരൂല. വെറും നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമേ വരൂ. അപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ഭൗതികമായ ജീവിതത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചും ചിന്തിച്ചിരുന്നാൽ ആകെ ടെൻഷനാവുകയാണ്. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ചിന്തകളെ, ഈ ലോകത്തുള്ള മനുഷ്യൻ്റെ മുന്നിൽ ആസന്നമായിട്ടുള്ള ചിന്തകളെ ഒന്ന് വഴിതിരിക്കാൻ പറ്റുന്നതാണെന്ത്, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ പരലോകം ഓർമ്മപ്പെടുത്തപ്പെടുന്നതോടുകൂടെ എന്ത് ചെയ്യുന്നറിയോ, മനസ്സിൻ്റെ വ്യാകുലതകളും ചിന്തകളും ഒക്കെ എന്ത് ചെയ്യും, മാറും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് അത്തരം ഉത്ബോധനങ്ങളും ഓർമ്മപ്പെടുത്തലുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഖുർആൻ ഏറ്റവും അധികം ആയത്തുകൾ ചിലവഴിച്ചൊരു വിഷയം എന്താ വെച്ചാൽ പരലോകത്തെ വിശദീകരിക്കാൻ ചിലവഴിച്ചതുപോലെ തന്നെ വലിയൊരു കൂട്ടം ആയത്തുകൾ പരലോകത്തിൻ്റെ യാഥാർത്ഥ്യബോധത്തെ ഓർമ്മപ്പെടുത്താൻ ഉണ്ടാവും. അത് സംഭവിക്കുക തന്നെ ചെയ്യും, നിങ്ങൾ സംശയിക്കണ്ട എന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു ധാരാളം ആയത്തുകൾ വിനിയോഗിച്ചിട്ടുണ്ട്. കാരണം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടാവുമ്പോൾ അടുത്ത പോലെ തോന്നും നമുക്ക്. എന്തിനെക്കുറിച്ചും ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടാകുമ്പോൾ അത് സമീപത്ത് നിൽക്കുന്ന പോലും. സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ പറ്റും. സംഭവിക്കുമെന്ന് ഉറപ്പില്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് അടുത്ത് കാണാൻ പറ്റില്ല. ഉദാഹരണം പറയാം, മരിക്കുന്ന നമുക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്, ഏത് വാക്കിൽ. പക്ഷെ മനസ്സുകൊണ്ട് എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഇനിയും കുറേ കാലം എന്ത് ചെയ്യും, ജീവിക്കുന്ന നമ്മളെ മനസ്സ് പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഒരിക്കലും ഞാൻ ഇന്ന് മരിക്കുന്ന ആളെ മരിക്കുന്നൊന്നും ഒരാൾക്ക് വിചാരിക്കാൻ പറ്റില്ല, സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പം എന്താ പറയുക, നമ്മൾ പലപ്പോഴും യാഥാർത്ഥ്യം നേരെ കൺമുന്നിൽ അത് സംഭവിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിന്ത പോവുകയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ പരലോകത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധം ഉണ്ടാകുമ്പോൾ ഇഹലോകത്തുള്ള അസംതൃപ്തമായ ചിന്തകളിൽ നിന്നും മനസ്സ് തൽക്കാലം എന്ത് ചെയ്യും, മാറി നിൽക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ മനുഷ്യന് സമാധാനവും സന്തോഷവും സംതൃപ്തിയും കിട്ടുന്ന രണ്ടാമത്തൊരു കാര്യമാണ് എന്തെന്നറിയോ, നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടാൻ കാരണം നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് അനുകൂലമായ ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല എന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ വിചാരിക്കണമെന്നും നടക്കണില്ല. അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം. ഞാൻ എന്തൊക്കെ വിചാരിച്ചു, ഒന്നും ഞാൻ വിചാരിച്ച മാതിരി ഒന്നും ആവണില്ല. തെറ്റാണത്, എല്ലാവരും സംബന്ധിച്ചിടത്തോളം തെറ്റാണ്. കാരണം നമ്മൾ കുറേ വിചാരിച്ചിട്ടുണ്ട്, കുറേ നടന്നിട്ടുണ്ട്. പക്ഷെ നടക്കാത്തത് മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഓർമ്മയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് വ്യാകുലം. നമ്മൾ വിചാരിച്ചൊക്കെ നടക്കുന്നുണ്ട്, വിചാരിച്ച പോലെ സംഗതികൾ പോകുന്നുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ എന്താ പ്രശ്നം, നമ്മൾ വിചാരിച്ചതെല്ലാം നടക്കുന്നില്ല, ചിലതെല്ലാം നടക്കാതിരിക്കുന്നതേ നമുക്ക് ഓർമ്മയുള്ളൂ, നടന്നതൊന്നും നമുക്ക് ഓർമ്മയില്ല. അതിനുള്ള പരിഹാരം എന്താ, നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് നന്ദി പറയാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ഓർമ്മ വരുമ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ആരോഗ്യത്തെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ, നമ്മുടെ ജീവിത മാർഗങ്ങളെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ, മക്കളുടെ സൗഭാഗ്യത്തെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ, അതേപോലെ തന്നെ നമ്മുടെ ഹിദായത്തിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തയിലേക്ക് വരുത്തണം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോഴും മനസ്സെന്ത് ചെയ്യും, തണുക്കും. അള്ളാഹു തരാത്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സെന്ത് ചെയ്യും, വ്യാകുലപ്പെടും. ഇത് ഖുർആനിൻ്റെ ഒരു പ്രതിപാദന ശൈലിയാണ്, മനുഷ്യൻ്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? മനുഷ്യൻ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ വിഷമത്തോടു കൂടെ കയറി നിൽക്കേണ്ടത്. നിങ്ങളൊരു മെഡിക്കൽ കോളേജിലോ ആശുപത്രിയിലോ എവിടെയെങ്കിലും പോയി നോക്കി, നിങ്ങൾ എന്തായാലും ആ ഒരു പോക്ക് നമ്മളെ മനസ്സിൽ ഭയങ്കര മാറ്റം ഉണ്ടാകും. ഒന്നും വേണ്ട, ഈ തടിക്ക് കേടറ്റാ ജീവിച്ച് പോയാൽ മതി എന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറയും. അത് ഇറങ്ങുമ്പോൾ പറയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ പോകണം. എന്നിട്ട് നമ്മളെ അനുഗ്രഹം, അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കണത്, നമ്മുടെ അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തപ്പെടുകയാണ് അവിടെ ചെയ്യണത്. അവിടെ നമ്മുടെ അനുഗ്രഹങ്ങൾ എന്താണ്, ഓർമ്മപ്പെടുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു
രോഗിനെ കാണിക്കാൻ വേണ്ടി ഒരു ഓപ്പിൻ്റെ മുന്നിൽ പോയി നിന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നിനെ പരിചയപ്പെട്ടാൽ മതി. എന്തിനെ വന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഥ പറയണ്ടാവും. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ അൽഹംദുലില്ലാ എന്താ എത്രങ്ങാനും ആൾക്കാർക്ക് ഇപ്പോൾ പ്രശ്നം, നമുക്കൊരു പ്രശ്നമില്ലല്ലോ എന്ന് നമ്മൾ എന്ത് ചെയ്യും ആലോചിച്ചു. നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കുന്ന പല ആളുകളും എന്ത് ചെയ്യും, പോക്കറ്റ് കൈയിടും, ഇങ്ങനെ എടുക്കും, 5, 6, 8, 10 ഗുളിക എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് എടുക്കും. അപ്പോൾ അങ്ങനെ ഒന്നും കഴിക്കേണ്ടാത്തൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എത്ര വട്ടം അൽഹംദുലില്ലാ പറയണം. അപ്പോൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തപ്പെടുക, അത് മനസ്സമാധാനം കിട്ടും. പരലോകത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധം ഉണ്ടാകുക. ഇത് രണ്ടുമാണ് മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം കിട്ടുക. ഈ സമാധാനം കിട്ടണേക്കൊന്നും നമ്മളുണ്ടാവില്ല, നമുക്കതിനൊന്നും നേരമില്ല. നമ്മുടെ ചർച്ചയും നമ്മുടെ വർത്താനവും ഫോണും എല്ലാ കാര്യങ്ങളും നമ്മുടെ പോരായ്മകളെക്കുറിച്ചും ഇല്ലായ്മകളെക്കുറിച്ചും അപൂർണതകളെക്കുറിച്ചുമാണ് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വ്യാകുലതകളും വേദനകളും വിഷമങ്ങളും മാറിക്കിട്ടാത്തതിൻ്റെ അടിസ്ഥാന കാരണം അതാണ്. അപ്പോൾ നോക്കൂ, നിങ്ങളിത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. പരലോകം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടവരോടും വീണ്ടും വീണ്ടും അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയാണ്. അള്ളാഹു ആരാണ്? യുർസിലു റിയാഹ, കാറ്റിനെ അവൻ അയക്കുന്നു. ബുഷ്റം ബൈന യദൈ റഹ്മത്തി, അവൻ്റെ കാരുണ്യത്തിൻ്റെ റഹ്മത്ത് പറഞ്ഞ അവിടെ മഴയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുന്നോടിയായി മഴ വരുന്നതിന് തൊട്ട് മുമ്പ് എന്തു ചെയ്യും? ഒരു കാറ്റടിക്കും. ആ കാറ്റ് എല്ലാ കാറ്റ് പോലെയല്ല. ആ കാറ്റിന് എന്ത് ചെയ്യുന്നറിയോ? ഒരു തണുപ്പുണ്ടാവും, ഒരു കുളിരുണ്ടാവും. ആ മഴയുടെ അംശങ്ങൾ ആ കാറ്റിലുണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും എന്തു ചെയ്യും? ഒരു കുളിരിൻ്റെ, ആ മഴ പെയ്യാൻ പോകുന്നല്ലോ എന്നറിയുമ്പോൾ, മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും വലിയ സന്തോഷമാണ് മഴ പെയ്യാൻ പോകണമല്ലോ എന്നറിഞ്ഞ് ആ കാറ്റിങ്ങനെ തട്ടുമ്പോൾ ഒരു മഴ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അത് അള്ളയാണ്. ഇത് മഴ വരുന്നതിന് മുമ്പ് ഒരു കാറ്റിനെ അയച്ചിട്ട് ആ മഴയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു സന്തോഷ വാർത്ത തരുകയാണ് ചെയ്യുന്നത്. അർറിയാഹുൽ മുബശ്ശിറാത്തു ബിൽ ഗൈസ് അല്ലത്തി തുസീറുഹു ബിഇദ്നില്ലാഹി മിനൽ അർദ്. എന്താണ്? ഭൂമിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം എന്താണ് പുറപ്പെട്ടു വരുന്നതായ മഴയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന കാറ്റുകളാണ്. ഫയസ്തബിഷുൽ ഖൽഖ ബിറഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം ഇതാ ഭൂമിയിലേക്ക് പെയ്യാനിരിക്കുന്നു എന്ന് വതർത്താഹുലഹ ഖുലൂബുഹും ഖബ്ല നുസൂലിഹി, മഴ പെയ്യേണ്ട മുന്നേ തന്നെ മനുഷ്യനൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് അള്ള വിചാരിക്കുക. മഴ പെയ്യണതിന് മുമ്പ് തന്നെ മഴ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം മനുഷ്യനുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ, അങ്ങനെ മഴ പെയ്താൽ പോലെ മഴ പെയ്യണമെങ്കിൽ മുന്നൊരു കാറ്റടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. മഴ മേഘങ്ങളെ കാറ്റ് കൊണ്ടുവരും, അതെത്ര ഭൂമി അതാണ് പെയ്യും. പക്ഷെ മഴ പെയ്യുന്നതിന് മുമ്പൊരു കാറ്റ്, ആ കാറ്റ് എന്തിനാണ്? അള്ളാഹു നമ്മളോടുള്ളൊരു സ്നേഹം. ഒരു മഴ പെയ്യാൻ പോകുന്നുണ്ട്, നമുക്കൊരു വിവരം തരും. അപ്പം നമ്മൾ അൽഹംദുലില്ലാ അള്ളാഹു മുസ്വയ്യിബൻ നാഫിയൻ, ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത നല്ല മഴയാവട്ടെ എന്ന് നമ്മൾ പറയും. അത് അള്ളാഹു ചെയ്തൊരു അനുഗ്രഹമാണ്. അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അള്ളാഹു നമ്മൾക്ക് അറിയിച്ചു തരുന്നു. എന്തിനാണ്? ആ അറിവ് നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടാനാണ്. അപ്പം നമുക്ക് എന്തൊക്കെ അനുകൂലാവസ്ഥകളുണ്ട്, ഒക്കെ ചിന്തിച്ച് നമുക്ക് എന്താ അങ്ങനെ സന്തോഷിക്കും, മനസ്സന്തോഷപ്പെടുകയും ചെയ്താൽ എന്താ ഉണ്ടാവുന്നത്? ഒരു പ്രശ്നമില്ലാതെ. എന്തറിയും, ഈ നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചൊരു കാര്യമില്ല. നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് എന്താ വിഷയം? നാളത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നത് ഒരു മുന്നൊരുക്കത്തിന് വേണ്ടിയാണെങ്കിൽ ഓക്കെ, വെറുതെ ആശങ്കപ്പെടാനാണെങ്കിൽ വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കലാണ് നല്ലത്. വെറുതെ ആലോചിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ചാൽ ഏറ്റവും അധികം സമാധാനം എന്ത് ചെയ്യും? കിട്ടും. ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാലൻ സുഖ്നാഹു ലിബലദിൻ മയ്യിത് ഫഅൻസൽനാ ബിഹിൽ മാഅ ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത്. അങ്ങനെ എന്ത് ചെയ്യാണ്? ഹത്താ ഇദാ അഖല്ലത്, അത് വഹിച്ചാൽ, അഖല്ലാണ് വഹിക്കുക, ഇങ്ങനെ പൊന്തിക്കുക, വഹിക്കുക. ഹത്താ ഇദാ അഖല്ലത്ത്, അത് വഹിച്ചാൽ, സഹാബൻ കാർമേഘത്തെ, തിഖാലൻ കനപ്പെട്ട ഭാരമുള്ള, അങ്ങനെ ഭാരമുള്ള മേഘങ്ങളെ പൊക്കി വഹിച്ചാൽ, എന്താ ഓരോ കാർമേഘത്തിൻ്റെയൊക്കെ മഴമേഘങ്ങൾക്ക് എന്ത് ഭാരമാണ്! അത്ഭുതമാണ്. നമ്മൾ അത് സഞ്ചരിക്കണം. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ കാണൂലേ, വിമാനത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ പുറത്തേക്ക് നോക്കിയാൽ കാർമേഘങ്ങൾ പോകുന്നുണ്ടാൽ അതിൻ്റെ വേഗത നമ്മുടെ വിമാനത്തിനേക്കാളൊക്കെ എത്ര വേഗതയിലാണ് പോണത്. പേടിയോന്നിപ്പോൾ ഒന്നിച്ചിങ്ങനെ പായുക പോണത് ശരിക്കും നമ്മൾ കാണും. എന്താണ് ഇപ്പം അതിൻ്റെ കാറ്റിലണ്ട് പോവുകയാണ് ഒരു പോക്ക്.
കാറ്റിങ്ങനെ കൊണ്ടുപോകണം അതിനെ. അത്രയും ഭാരമുള്ളത് എവിടെയത് നിൽക്കുന്നത്? ആകാശത്താണ് നിൽക്കുന്നത്. ശുദ്ധശൂന്യതയിൽ നിന്നിട്ട് കാറ്റിലങ്ങനെ പോവുകയാണ് സാധനം. എവിടെയും വീഴൂല. പടച്ചോൻ വിചാരിച്ച് അടയാളപ്പെടുത്തിയ പോയിന്റിൽ അത് വീഴുള്ളൂ, വേറെ എവിടെയും വീഴും. പടച്ചോൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കാൻ അത് തന്നെ മതി. അങ്ങാടിപ്പുറത്ത് മഴയുണ്ടാവും, പാലത്തിൻ്റെ അപ്പുറത്ത് മഴ ഉണ്ടാവില്ല. ആ മേഘം കൊണ്ടുപോയിട്ട് പടച്ചോൻ ഒരു സ്ഥലത്താണ് നിർത്തും, അവിടെ പെയ്യുള്ളൂ മഴ, വേറെ എണ്ടും പോവില്ല. അത്ര കൃത്യമായിട്ടാണ് അതിൻ്റെ വിതരണം. ഹത്താ ഇദാ അഖല്ലത്ത് സഹാബൻ സിഖാല, ഭാരമേറിയ മേഘങ്ങളെ എന്ത് ചെയ്യും? അതിങ്ങനെ പൊന്തിച്ച് വഹിക്കും. അക്കല്ലാണ് ശരിക്കതാണ്. നമ്മൾ സാധനം ചുമക്കണമെങ്കിൽ അതിങ്ങനെ എടുക്കണ്ടേ, എന്നിട്ടല്ലേ വെക്കുക. പൊന്തിച്ചു പോയി. സുക്നാഹുലി ബലദിൻ മയ്യിത്തിൻ, സുക്നാഹുലി ബലദിൻ മയ്യിത്തിൻ. എന്ത് ചെയ്യും? സുക്നാഹു, നാം അതിനെ തെളിച്ചു കൊണ്ടുപോകും, നയിച്ചു കൊണ്ടുപോകും. സക്കാന്നാണ്, നമ്മളതിനെന്ത് ചെയ്യും? നയിച്ചു കൊണ്ടുപോകും. സാക്ക. സുക്നാഹു, നാം അതിനെ തെളിച്ച് നയിച്ചു കൊണ്ടുപോകും. ലിബലദിൻ, ഒരു നാട്ടിലേക്ക്. മയ്യിത്തിൻ, മയ്യിത്തിൻ ചത്തത്, നിർജീവമായത്, ഫലഭൂയിഷ്ടമല്ലാത്ത, നനവ് പറ്റിയ, നല്ല തരിശായി കിടക്കുന്ന ഒരു നനവില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ മഴ പെയ്യും. മരിച്ച ഭൂമി പറഞ്ഞാൽ എന്ത് വെച്ചാലും അതെന്താവൂല? ഉൽപ്പാദിപ്പിക്കപ്പെടൂല. എന്ത് വെച്ചാലും അതെന്ത് ചെയ്യില്ല? ഉൽപ്പാദിപ്പിക്കപ്പെടൂല. അങ്ങനത്തെ ഭൂമിയാണ് എന്ത്? പലതും മയ്യിത്ത്, നിർജീവമായ ഭൂമി. നിർജീവമായ ഭൂമിയിലേക്ക് അള്ളാഹു എന്ത് ചെയ്യും? അതിനെ എത്തിക്കും. എന്നിട്ടോ فأنزلنا به الماء فأخرجنا به من كل الثمرات فأنزلنا به الماء فأنزلنا به الماء. എന്നിട്ട് എന്ത് ചെയ്യും? അതുമൂലം നമ്മൾ മഴയെ ഇറക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതുമൂലം എന്ത് ചെയ്യും? അതുമൂലം നാം എന്ത് ചെയ്യും? വെള്ളത്തെ ഇറക്കും. ഫഅഖ്റജ്നാ ബിഹി, എന്നിട്ട് അതുമൂലം നമ്മൾ എന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിക്കും. മിൻ കുല്ലി സമറാത്ത്, എല്ലാ ഫലവർഗ്ഗങ്ങളെയും നാം അതിൽ നിന്ന് പുറപ്പെടുവിക്കുകയും ചെയ്യും. ആ മഴ പെയ്യണോട് കൂടെ എന്ത് ചെയ്യും? ധാരാളക്കണക്കിന് പഴങ്ങളും ഉൽപ്പാദനങ്ങളും അതുമൂലം അള്ളാഹു എന്ത് ചെയ്യും? ഉണ്ടാക്കി തരുന്ന. ആ മഴയുടെ ഉപകാരത്തെക്കുറിച്ചും ഗുണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫഅൻസൽനാ ബിഹി ഐ ബിദാലിക്കൽ ബലദിൽ മയ്യിത്ത്. ഫഅൻസൽനാ ബിഹി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത്, ആ വരണ്ട ഭൂമിയിൽ നാം ആ മഴയെ ഇറക്കും. മാ അൽ ഗസീർ, അതായത് ആ ധാരാളം വെള്ളത്തെ അല്ലെങ്കിൽ കാർമേഘത്തെ. എന്നിട്ട് എന്ത് ചെയ്യും? അതിനനുസരിച്ച് അള്ളാഹു ആ കാറ്റിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകും. ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത് ഫഅസ്ബഹു മുസ്തബിശിന ബിറഹ്മത്തില്ലാഹ് റാത്തിഈന ബിഖൈരില്ലാഹ്. അള്ളാഹുവിൻ്റെ ഖൈറ് കൊണ്ട് സന്തോഷിച്ച്, അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിച്ചിട്ടായിരിക്കും അവർ ആ സന്ദർഭത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു എല്ലാ പഴങ്ങളെയും അവർക്ക് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കും. അപ്പം മഴയാണ് നിന്നാലേ പേടിക്കണം. ഇപ്പം ശരിക്കും മഴ തിമിർത്ത് പെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. സാധാരണ എല്ലാ കൊല്ലം കിട്ടുന്ന മഴൻ്റെ വളരെ ചെറിയൊരു അളവേ കിട്ടിയിട്ടുള്ളൂ. മനസ്സിലേ? പുഴേൻ്റെ പക്കത്തൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം, പുഴയിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്, തുള്ളി വെള്ളമല്ല. എന്താണ് അടുത്ത സന്ദർഭത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെള്ളം കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ എല്ലാം നശിച്ചു. വെള്ളത്തിൻ്റെ അഭാവം ഭൂമിയിൽ സംഭവിച്ചാൽ ഭൂമി മരിച്ചു. മരിച്ച ഭൂമി, മണ്ണ് കൊണ്ട് എന്തൊക്കെ പ്രയോജനം മനുഷ്യനുണ്ടോ അതൊന്നും കിട്ടൂല, തീർന്നു. കാലാവസ്ഥ മാറും, ഭക്ഷണ പദാർത്ഥങ്ങളില്ലാതെയാവും, ജീവജാലങ്ങൾ പ്രശ്നത്തിലാവും. എല്ലാം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മഴയ്ക്ക് വേണ്ടി ചോദിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മൾ ഈ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ തന്നെ എന്താവില്ല, മനസ്സിലാവില്ല. മണ്ണ് പിഴിഞ്ഞ് നനവ് നാവ് കൊണ്ട് തൊട്ട് ദാഹം മാറ്റുന്ന നാടുകളുണ്ട്. മണ്ണിങ്ങനെ നനഞ്ഞ മണ്ണ് അടിയിലേക്ക് കുഴിച്ച് പോയിട്ട് നനഞ്ഞ മണ്ണുണ്ടാവും, ആ മണ്ണിങ്ങനെ പിഴിഞ്ഞിട്ട് അതിനിട്ട് നനവ് നാവ് കൊണ്ട് തൊട്ടിട്ട് ദാഹം മാറ്റുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് വെള്ളത്തിൻ്റെ വില അറിയാൻ പറ്റും. നമുക്ക് എന്ത് വെള്ളത്തിൻ്റെ വില? നമ്മളൊക്കെ ബാത്റൂമിൽ കയറി ഒരു ബക്കറ്റ് വെള്ളം ഇരിക്കണമെങ്കിൽ അതാദ്യം ഒഴിച്ച് കളഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുള്ളൂ? പൈപ്പ് തന്നെ തുറക്കുള്ളൂ. ഒരു ബക്കറ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കുളിക്കാനുള്ള വെള്ളമാണ്. ആ വെള്ളം എന്ത് ചെയ്യും? നിലത്തേണ്ട ഒഴിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ പൈപ്പ് തുറക്കുക. ഇത്രേ ചെയ്യും എല്ലാവരും. എന്ത് കാര്യത്തിലും ഒന്നുണ്ടാക്കുകയാണെങ്കിലും ഒക്കെ വെള്ളത്തിൻ്റെ വിലയറിഞ്ഞ് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ കുറച്ച് മാത്രം. എന്നിട്ട് നേരെ അള്ളാഹു ഞാൻ പറഞ്ഞങ്ങൾ എന്ത് വിഷമവും ബുദ്ധിമുട്ടും വന്നാലും പരലോകം മനസ്സുകൊണ്ട് വരുന്നതോട് കൂടെ എല്ലാ ടെൻഷനും അതിൽ പോയി എന്നറിയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. കദാലിക നുഖ്രിജുൽ മൗത ലഅല്ലകും തദക്കറൂൻ. കദാലിക നുഖ്രിജുൽ മൗത, അങ്ങനെയാണ് നാം മരണപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരുന്നത്.
ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിച്ച് നോക്കാമല്ലോ, നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാമല്ലോ എന്നാണ്. അപ്പം എന്താ, ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴ മൂലം സസ്യങ്ങളും പഴങ്ങളും ഉണ്ടാകുന്നത് പോലെ എന്ത് ചെയ്യും മനുഷ്യന് രണ്ടാമത്. എന്തൊക്കെ കാര്യത്തിലാണ് അതിൻ്റെ സാമ്യത നോക്കുങ്ങൾ, എന്തെല്ലാം കാര്യത്തിലാണ് അതിൻ്റെ സാമ്യത. ഐ കമാ അഹ്യൈനൽ അർള ബഅദ മൗതിഹാ ബിന്നബാത് കദാലിക നുഖ്രിജുൽ മൗത മിൻ ഖുബൂരിഹിം ബഅദമാ കാനൂ റുഫാതൻ മുതമസ്സിഖീൻ വഹാദാ ഇസ്തിദ്ലാലുൻ വാളിഹ് ഫഇന്നഹു ലാ ഫർഖ ബൈനൽ അംറൈൻ ഫമുൻകിറുൽ ബഅസ് ഇസ്തിബ്ആദൻ ലഹു മഅ അന്നഹു യറാ മാ ഹുവ നളിറു മിൻ ബാബിൽ ഇനാദ് വഇൻകാരിൽ മഹ്സൂസാത്ത്. അപ്പോൾ എന്താണ് അത് പറഞ്ഞ്, നമ്മളെ ഈ വരണ്ട ഭൂമിയിൽ മഴ പെയ്തിട്ട് അവിടെ സസ്യങ്ങൾ മുളക്കുന്നതും ഖബറിൽ നിന്ന് മനുഷ്യന്മാർ എഴുന്നേറ്റ് വരുന്നതും അള്ളാഹു ഒരുപോലെ നമുക്ക് പറഞ്ഞു തരാണ്. എന്താണ് അപ്പോൾ തമ്മിലുള്ള ബന്ധം? തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ്, ഇവിടെ ജീവിച്ച ഒരു വ്യക്തിയാണ്. അതായത് നമ്മൾ ഒരു പച്ചയായ ഒരു വിത്തിൽ നിന്നല്ല ഒരു ചെടി മുളക്കണത്, മറിച്ച് എന്താണ്, ഉണങ്ങിയ വിത്തുന്നാണ്. നമ്മൾ ശരിക്കും പഴയ കാലത്തൊക്കെ ആണെങ്കിൽ പെരപ്പുറത്ത് വെച്ച് തന്നെ ഉണക്കും, അല്ലെങ്കിൽ എന്തു ചെയ്യും, അടുപ്പിൻ്റെ മേലേക്ക് കെട്ടിങ്ങാണ്ട് എന്തു ചെയ്യും, നല്ലോണം അതിൻ്റെ നീര് കംപ്ലീറ്റ് വറ്റിച്ച് കളഞ്ഞിട്ട് ഉണങ്ങിയ സാധനമാണ്. അപ്പം എന്താ വെച്ചാൽ മനുഷ്യൻ എന്ന് പറയുന്ന എന്തെല്ലാം ഗുണങ്ങൾ മനുഷ്യൻ്റെ ഉണ്ടോ അതൊക്കെ കവർന്ന് പോയി. പിന്നെ അവശിഷ്ടങ്ങൾ മാത്രമാണ്, എല്ലിൻ്റെ കഷ്ണങ്ങൾ, തലയോടിൻ്റെ കഷ്ണങ്ങൾ, ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. വർഷങ്ങൾ കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ലേ, മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു ഉണങ്ങിയ പയർ വിത്ത് അതാ ഉണങ്ങിയ അവസ്ഥയിൽ എത്ര കാലം ഒരു പാറപ്പുറത്തോ അല്ലെങ്കിൽ ഒരു ഈർപ്പമില്ലാത്തടത്തോ വെച്ചാൽ ഒരു 10,000 കൊല്ലം കഴിഞ്ഞാലും അത് ദ്രവിച്ച് പോകാന്നല്ലാതെ അതിനൊരു മാറ്റം ഉണ്ടാവില്ല. നദി നമ്മൾ അതിനങ്ങോട്ട് ഒരു ജലസാന്നിധ്യമുള്ള മണ്ണിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് മാറ്റുന്നതോടുകൂടെ എന്ത് ചെയ്തു, അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. വെള്ളത്തിൽ കിട്ടാൻ മാറിയില്ലേ അതിൻ്റെ കഥ, വെള്ളത്തിൽ കിട്ടുന്നതോടുകൂടെ എന്ത് ചെയ്തു, അതിൻ്റെ അവസ്ഥ മാറി. ആ വെള്ളം എന്ന് പറഞ്ഞാൽ എന്തൊരത്ഭുത വസ്തുവാണ്. അത് സ്പർശിക്കുന്നതോടുകൂടെ അത് മുളക്കാൻ തുടങ്ങി, അത് വളരാൻ തുടങ്ങി, ഒക്കെ മാറ്റങ്ങൾ. പടച്ചോൻ്റെ ആ സാമ്യപ്പെടുത്തൽ നോക്കി നിങ്ങൾ, മഴ പെയ്തിട്ട് ഭൂമിയിൽ സസ്യങ്ങൾ മുളക്കുന്ന പോലെ തന്നെയാണ് മനുഷ്യൻ്റെ തിരിച്ചു വരവ്. അപ്പോൾ ഒരു അനുകൂല സാഹചര്യം പടച്ചുണ്ടാക്കുന്നതോടുകൂടെ എന്തു ചെയ്യും, മനുഷ്യൻ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. കദാലിക നുഖ്രിജുൽ മൗത, അങ്ങനെയാണ് മരിച്ചവരെ നമ്മൾ പുറപ്പെടുവിക്കുന്നത്. നാം എന്നാണ് ഇവിടെ സസ്യങ്ങൾ മുളക്കുന്നിടത്തും അള്ളാഹു നാം മുളപ്പിക്കുന്നു എന്ന് പറഞ്ഞു, നാം പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. മരിച്ചവരെ കുറിച്ച് പറഞ്ഞപ്പോഴും കദാലിക നുഖ്രിജുൽ മൗത, നാം മരിച്ചവരെ എന്ത് ചെയ്യുന്നു, പുറത്ത്. നാം എന്ന് അള്ളാഹു പറഞ്ഞു. അതന്നെ അള്ളാഹു നേരിട്ട് ചെയ്യുന്ന കാര്യമായിട്ടാണ് അള്ളാഹു അതെന്ത് ചെയ്യണത്, പറയുന്നത്, നടത്തും. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ മനസ്സിലിങ്ങനെ ഇതൊക്കെ ഇപ്പോൾ ശരി തന്നെയാണോ, ഇതൊക്കെ ഉണ്ടാവും എന്ന് മനസ്സ് തോന്നുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യബോധം നൽകുന്ന വചനങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? ഇനി നോക്കൂ നിങ്ങൾ, വളരെ മനോഹരമായൊരു ഉപമയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്താണ് ആ ഉപമ എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത ഒരു വലിയ യാഥാർത്ഥ്യത്തെ അള്ളാഹു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മൾ ചിലപ്പോൾ നിരാശപ്പെടാറുണ്ടല്ലോ. ചില സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് വെച്ചാലും അത് ഉണ്ടാവില്ല, ആ ഭൂമിയിൽ അത് ഉണ്ടാവില്ല. അങ്ങനത്തെ ഭൂമി ഉണ്ടാവും. നമ്മൾ വലിയ പൈസ കൊടുത്തൊക്കെ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് അങ്ങനെ ഉണങ്ങിപ്പോവും. അത് എത്ര ശ്രമിച്ചാലും എന്ത് ചെയ്യില്ല, അത് ഉണ്ടായി കിട്ടൂല. അത് പ്രശ്നം ഉണ്ടാവും, നമ്മൾ നിരാശരാകും. അപ്പോൾ ഒരു മണ്ണിൽ മഴ ചെലുത്തുന്ന സ്വാധീനം എത്ര ശക്തമാണോ അതേ സ്വാധീനമാണ് മനുഷ്യൻ്റെ മനസ്സുകളിൽ അള്ളാഹുവിൻ്റെ വഹി ചൊലുത്തുന്നത്. അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയ പ്രവാചകന്മാരുടെ തന്ന ഈ വിശുദ്ധ ഖുർആൻ അടക്കമുള്ള ദൈവിക സന്ദേശങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങളും മഴ ഭൂമിയിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങളും എന്താണ്, ഒരുപോലെയാണെന്ന്.
അപ്പോൾ ശരിക്കും ഖുർആനികമായ ഉത്ബോധനങ്ങൾ കിട്ടുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്തെല്ലാം നന്മയുടെയും എന്തെല്ലാം പുതിയ മറ്റുള്ളവർക്കും അയാൾക്കും ഉപകാരപ്പെടുന്ന എന്തെല്ലാം ഉൽപാദനങ്ങളാണ് അള്ളാഹുവിൻ്റെ വഹയ്യ് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കുന്നത്. പെയ്യുന്നത് ഒരു മഴയാണെങ്കിലും മുളക്കുന്നതിൽ മധുരമുള്ളതുണ്ട്, പുളിയുള്ളതുണ്ട്, സമൃദ്ധമായതുണ്ട്, കേടുന്നതുണ്ട്, എന്തെല്ലാം സാധനങ്ങളുണ്ട്. ആ മഴ നൽകുന്ന ഒരു ചൈതന്യം, അതായത് എങ്ങനെയാണ് എന്തപ്പോൾ മഴയിൽ ഇതിനൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ മാത്രം എന്ത് പോഷകങ്ങളാണ് ഒരു മഴയിലുള്ളത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലായിക്കോളുന്നില്ല. ജലമെന്ന മഴയെന്ന് പറയുന്ന ഒരു ശക്തി എന്ന പോലെ തന്നെയാണ് വഹയും. നമ്മളിങ്ങനെ കേട്ട് ഇതൊക്കെ ഇങ്ങനെ മനുഷ്യന്മാരെ കേൾപ്പിച്ച് മനസ്സിലാക്കി കൊടുത്താൽ വല്ലാത്ത മാറ്റങ്ങളുണ്ട്. അത് ഭയങ്കരമായ പ്രതിഫലനങ്ങളുണ്ട്. എത്രയോ ആളുകൾ പറയുന്നതാണ്. എപ്പോഴെങ്കിലും ഒരു ഖുതുബക്ക് ഒരു ഖുർആൻ ക്ലാസ്സിലൊക്കെ ഇരുന്ന ആൾക്കാർ അന്നൊരായത്ത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അത് അന്ന് എൻ്റെ മാനസികാവസ്ഥ തന്നെ മാറ്റിക്കളഞ്ഞു, എൻ്റെ തീരുമാനങ്ങളെ തന്നെ മാറ്റിക്കളഞ്ഞു. അപ്പോൾ മനുഷ്യനിൽ അത്രയും നല്ല ചിന്തകളും മാറ്റങ്ങളും ഉണ്ടാക്കാൻ എന്തിനു പറ്റും ഇതുകൊണ്ട് പറ്റുന്നു. ഇന്നലെ ഒരാൾ പറഞ്ഞ്, ഇപ്പോൾ അയാളുടെ ഉമ്മ ലോഹർ നിസ്കരിക്കൂല. അപ്പോൾ അയാളിപ്പോൾ എത്രയോ കാലമായിട്ട് അയാൾക്ക് ടെൻഷനാണ്. ഉമ്മ നിസ്കരിക്കാത്ത ടെൻഷനാണ്. നിസ്കരിക്കാത്ത ഒരാൾ മരിച്ചുപോയാൽ എന്താവുമെന്ന് അറിയാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിസ്കരിക്കും, പക്ഷേ അസർ ബാങ്ക് കൊടുക്കാൻ നേരത്തെ നിസ്കരിക്കുള്ളൂ. അതിനിപ്പോൾ എത്ര ടെൻഷനാണ്. വയസ്സായ ഒരാൾ അല്ലെങ്കിൽ രോഗമുള്ള ഒരാൾ, അയാളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ വക്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായി നിസ്കരിക്കണോണ്ടോ ഇല്ലെങ്കിൽ 2 വക്ത് ഇന്ന് ജമ്മാക്കി വിചാരിച്ചിട്ടോ, രോഗികളോ പ്രായമായവരോ അതൊന്നും അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കരിക്കും. നിസ്കാരം ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒഴിവാക്കൂല എന്നാണ്. അപ്പോൾ എന്താണ് ഇത്രയും വക്തിന് പറഞ്ഞിട്ട് നിസ്കരിക്കാത്തതെന്നാണ് അയാളെ സംശയം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് സ്വന്തം നിസ്കാരം സമയത്ത് നിർവഹിക്കുന്നതോടൊപ്പം തൻ്റെ ഉമ്മൻ്റെ നിസ്കാരം ഒന്ന് വൈകുന്നതിലുള്ള മനപ്രയാസം എന്താണ്? അദ്ദേഹത്തിന് കിട്ടിയ ഉത്ബോധനങ്ങളാണ് അല്ലേ, അദ്ദേഹത്തിന് കിട്ടിയ ബോധമല്ലേ അങ്ങനെ ചിന്തിക്കും. ആ ബോധം ഉമ്മാക്ക് കിട്ടുകയാണെങ്കിലോ ഉമ്മയിൽ അത് സ്വയം പ്രവർത്തിക്കും. നമ്മളിൽ എന്ത് സ്വയം പ്രവർത്തിക്കുന്നുണ്ടോ ആ പ്രവർത്തനങ്ങളുടെ മുഴുവനും ഉത്തേജനങ്ങൾ എന്താണ് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയ വഹിയുകളാണ് അതിൻ്റെ എല്ലാം ഉത്തേജനങ്ങളും. നല്ല മനോഹരമായൊരു വിശദീകരണമാണ് ഇവിടെ ഇമാം സഅദി കൊടുക്കുന്നത്. ആദ്യം നമ്മൾ അർത്ഥം പറയാം. വൽ ബലദു ത്വയ്യിബ്, നല്ലതായ രാജ്യം എന്ന് പറഞ്ഞാൽ നല്ല മണ്ണാണ്, നല്ല മണ്ണ്, നല്ല ഭൂമി. യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, ഭൂമികൾ പല തരങ്ങളുണ്ട്. എല്ലാറ്റിലും ഒരേ മഴ പെയ്താലും എല്ലാ മണ്ണിലും ഒരേ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി, റബ്ബിൻ്റെ അനുമതി പ്രകാരം എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് വിളകൾ ധാരാളമായി പുറത്തു വരുന്നു. അവിടെ ബിഇദ്നി റബ്ബിഹി എന്ന് പറഞ്ഞ പ്രത്യേകം നമ്മൾ ഓർക്കണം. ബിഇദ്നി റബ്ബിഹി എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മുളക്കാൻ പറ്റിയ സ്ഥലത്താണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫലൈസത്തിൽ അസ്ബാബ് മുസ്തഖില്ല ബിവുജൂദിൽ അഷ്യ, ഒരു സംഗതി ഉണ്ടായതുകൊണ്ട് മാത്രം ഉണ്ടാവൂല. ഹത്താ ബിഇദ്നില്ലാഹി ബിദാലിക്, അള്ളാഹിൻ്റെ ഒരു അനുമതി വേണം. കാരണങ്ങളൊക്കെ വന്നാലും ആ കാരണത്തിൽ അള്ളാഹിൻ്റെ ഒരു ഇടപെടലുണ്ടെങ്കിൽ എല്ലാം നടക്കും. നമ്മളുടെയൊക്കെ അതൊക്കെ അതിനുള്ള എല്ലാ സജ്ജീകരണം ഞാൻ ചെയ്തു പറഞ്ഞാൽ നടക്കൂല. എല്ലാ സജ്ജീകരണം ചെയ്തിട്ട് കാര്യമില്ല, മനസ്സിലായി. നമ്മൾ വിചാരിച്ച മാതിരി എന്ത് ചെയ്യില്ല, നടക്കൂല. അതിലെന്തെങ്കിലും ഒരു തകരാറ് വരാതെ സംരക്ഷിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൊണ്ട് തന്നെയാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു വാഹനമായിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്തിനൊക്കെ തകരാറ് വരാം, എന്തൊക്കെ കേടൊരു വാഹനത്തിന് വരാം. ആ കേടൊന്നും സംഭവിക്കാതെ ആ വാഹനം നമ്മൾ വിചാരിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിൻ്റെ അള്ളാഹുവിനൊരു തൗഫീഖില്ലാതെ എങ്ങനെ നടക്കാൻ? ഒന്നും നടക്കില്ല. എന്ത് കാര്യം, കൃഷി മുളക്കുന്നതിൽ മാത്രമല്ല. അപ്പോൾ എന്തു ചെയ്യും, നല്ല മെച്ചപ്പെട്ടതായ രാജ്യം എന്തു ചെയ്യും, ഭൂമി നല്ല സംഗതികൾ ധാരാളം വിളകളെ ഉൽപ്പാദിപ്പിക്കും. വല്ലതി ഹബുസ, എന്നാൽ ചീത്തയായതാകട്ടെ, ത്വയ്യിബിൻ്റെ നേരെ വിപരീതം ഹബുസ, ചീത്തയായതാകട്ടെ, ലാ യഖ്റുജു ഇല്ല നക്കിദ, നക്കിദ് പറഞ്ഞാൽ മോശമായത്, ഞെരുങ്ങിയത് എന്ന് പറഞ്ഞാൽ വിളവിൻ്റെ കുറവാണ്. അതായത് മോശമായതല്ലാതെ പുറത്തു കൊണ്ടുവരുന്നില്ല പറഞ്ഞാൽ മോശപ്പെട്ട ഭൂമിയിൽ നിന്ന് അതിനനുസരിച്ച വിളവേ കിട്ടുള്ളൂ. ആ ഭൂമിൻ്റെ ഗുണം
വിളമ്മ കാണും. എല്ലാറ്റിനും മഴ ഒരുപോലെ കിട്ടിയാലും നല്ല ഭൂമി നല്ല വിള തരും, ചീത്ത ഭൂമി ചീത്തയായ, അതായത് കുറഞ്ഞ ഉൽപ്പാദനങ്ങൾ മാത്രമേ തരുള്ളൂ. കദാലിക നുസറിഫുൽ ആയാത്തിലി ഖൗമി യഷ്കുറുൻ. നന്ദി ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെയാണ് നാം എന്താണ് ആയത്തുകൾ ദൃഷ്ടാന്തങ്ങളെ വിശദീകരിച്ച് തരുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വഹാദ മിസാലുൽ ഖുലൂബ് ഹീന യൻസിലു അലൈഹിൽ വഹ്യുല്ലദീ ഹുവ മാദ്ദത്തുൽ ഹയാത്ത്. നമ്മുടെ ജീവിതം എന്നുള്ളതിൻ്റെ മാദ്ദത്ത്, അതിൻ്റെ യഥാർത്ഥമായ അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ അത് വഹിയാണ്. കമ അന്നൽ ഗൈസ മാദ്ദത്തുൽ ഹയ, അതായത് മഴ എന്നുള്ളതാണ് എന്ത് ചെയ്യണത്, ഒരു ഭൂമിയുടെ ഉൽപാദനത്തിൻ്റെ ശക്തി എന്താണ്, മഴയാണ്. ജീവിതത്തിൻ്റെ ശക്തി എന്താണ്, വഹിയാണെന്നാണ് പറഞ്ഞത്. ഫഇന്നൽ ഖുലൂബ ത്വയ്യിബ്, നല്ല ഹൃദയം എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതിലേക്ക് പിന്നെ വഹി കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അത് നല്ല കാര്യങ്ങളെയും നല്ല പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യും, ഏതുപോലെ നല്ല മഴ നല്ല ഭൂമിക്ക് കിട്ടുമ്പോൾ ആ ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പോലെയാണ്. എന്നാൽ ഹൃദയം മോശമാണെങ്കിലോ എന്ത് ഉത്ബോധനങ്ങൾ കിട്ടിയാലും എന്ത് വഹി കിട്ടിയാലും ലാ ഖൈറ ഫീഹ, അതിലൊരു നന്മയും ഉണ്ടാവില്ല എന്നാണ്. ഇദാ ജാഅഹൽ വഹയു ലം യജിദ് മഹല്ലൻ ഖാബിലൻ, അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സ് അതിനൊരിക്കലും ഉണ്ടാവില്ല എന്നാണ്. മറിച്ച് വൽ യജിദുഹ ഗാഫിലത്തൻ മുഇല്ലത്തൻ, അത് അശ്രദ്ധമായതും തിരിഞ്ഞു കളയുന്നതുമായിട്ട് നിനക്ക് കാണാൻ പറ്റുന്നതാണ്. ഏതുപോലെ മണലിലും അതേപോലെ തന്നെ പാറയിലും ഒക്കെ മഴ പെയ്താൽ എന്താ ഉണ്ടാവുക, പെയ്ത മഴണ്ട് ഒലിച്ചു പോവുക എന്നല്ലാതെ ആ മഴയുടെ ഒരു ഗുണവും അതിൽ വലായു അസ്തിറുഫി ഹഷീകൻ, ഒരു സ്വാധീനവും ഉണ്ടാവുകയില്ല എന്നാണ്. മനസ്സിലായില്ല? അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യണത്, മഴയുടെ അവസ്ഥ. വിജ്ഞാനത്തിൻ്റെ മഴയോട് ഉപമിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ട്, വളരെ മനോഹരമായൊരു പറഞ്ഞാണ്. അതിലെന്തുണ്ട്, വിജ്ഞാനത്തെ സ്വീകരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂമിയുണ്ട്, എന്നാൽ വിജ്ഞാനത്തെ ഇങ്ങനെ സ്വീകരിച്ച് ശേഖരിച്ചു വെക്കും, വേറെല്ലോ ഇത് കൊണ്ടുപോകും, മൂപ്പർക്കൊരു ഉപകാരം ഉണ്ടാവില്ല. കോറിയിലൊക്കെ വെള്ളം മഴ പെയ്താൽ എന്തേക്കാരം, കോറിയിലൊക്കെ മഴ പെയ്താൽ എന്തേക്കാരം, എത്രയോ വേനൽക്കാലങ്ങളിൽ എത്രയോ കാലം ആൾക്കാർ കുടിക്കും, പക്ഷികളൊക്കെ കുടിക്കും. പക്ഷെ ആ നിൽക്കണ കോറിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ട്, പാറക്ക് ഒരു ഉപകാരമുണ്ട്. അതേമാതിരി വിജ്ഞാനങ്ങൾ എന്ത് ചെയ്യും, മറ്റവർക്ക് കൊടുക്കും, അവനൊരു കാര്യം ഉണ്ടാവും. അങ്ങനത്തെ ഉണ്ട്. എന്നാൽ രണ്ടും എടുക്കാനും പറ്റില്ല, വെള്ളം ആ ഭൂമിയായിട്ട് ഉപയോഗിക്കില്ല, ചതുപ്പുകൾ, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. വളരെ മനോഹരമായ ഉപമയാണ്. അതേമാതിരി തന്നെയാണ് ഇവിടെയുള്ളത്. ഖുർആനിൻ്റെ ഉത്ബോധനങ്ങൾ കേൾക്കുക, അതുകൊണ്ട് നന്മകൾ ഉണ്ടാവുക, അതാണ് ഉണ്ടാവേണ്ടത്, അതാണ് മനുഷ്യന് സംഭവിക്കേണ്ട കാര്യം എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ വഹി മനുഷ്യൻ്റെ ഹൃദയത്തിന് മഴയാണ് അല്ലേ, മഴ ഭൂമിക്ക് എന്താണ്, ഏറ്റവും വലിയ ചൈതന്യമാണ് എന്നാണ് വിശദീകരിക്കുന്നത്. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഖൗമി യഷ്കുറു, ഇതൊക്കെ പടച്ചോ ഇങ്ങനെയൊക്കെ നമുക്ക് തന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യണം, അള്ളാഹുവിന് നന്ദി ചെയ്യണം. സംഗതി ഇപ്പം എന്താ വെച്ചാൽ സെയ്ദ് കുത്തുബൊക്കെ പറഞ്ഞ ഇവിടെ ഇപ്പോൾ എന്ത് കണ്ടാലും മനുഷ്യനൊരു അത്ഭുതം തോന്നൂല. നോക്കി നിങ്ങൾ, ഭൂമി മുഴുവനും എന്താണ്, വാട്ടർ സപ്ലൈ ആണ് അള്ളാഹു. പെയ്യണ മഴ മുഴുവനും പാറ വെച്ച് ഭൂമിയിൽ തന്നെ നിലനിർത്തിയിട്ട് എന്ത് ചെയ്യുക, അത് ചെറിയ ചെറിയ ഓസുകൾ പോലുള്ളതിലൂടെ എങ്ങനെ സപ്ലൈ ചെയ്തിട്ട് നമ്മളെ വീടിൻ്റെ അടുക്കളൻ്റെ പരിസരത്തൊരു സ്ഥലത്ത് എന്ത് ചെയ്യാണ്, അതിലൂടെ ഉറവ് പോവുകയാണ്. നമ്മളവിടെ കുഴിച്ചാൽ മതി, ഒരു കുഴി കുത്തേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. വെള്ളം അതിൽ നിന്നോളും, നമ്മൾ നിൽക്കാൻ അടി കോൺക്രീറ്റ് ഇടൊന്നും വേണ്ട, വെള്ളം അവിടെ നിന്നോളും. കുറച്ച് വെള്ളമാണെങ്കിലും വറ്റിപ്പോകുന്നില്ല. എന്തൊക്കെ സംവിധാനം പടച്ചൻ ചെയ്തിരിക്കണേ. എന്നാൽ ആ കിണറ്റിലേക്കൊന്ന് പോയി വെള്ളം ഇങ്ങനെ കാണുമ്പോൾ പടച്ചനെ വെള്ളം കുറയാണല്ലോ എന്ന് പറയല്ലാതെ അൽഹംദുലില്ലാഹ് നമ്മൾ ആരെങ്കിലും പറയാൻ, നമുക്ക് അതിൻ്റെ മൈനസ് കാണുള്ളൂ. ആ വെള്ളം ഇങ്ങനെ നിൽക്കണിങ്ങനെ കാണുമ്പോൾ പേടിക്കണം നമ്മൾ. വെള്ളം കുറയുമ്പോൾ പേടിക്കണ്ട, വെള്ളം ഇല്ലാത്ത എത്ര സ്ഥലമുണ്ട്. വെള്ളം നിൽക്കണ കാണുമ്പോൾ എന്താണ്, അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതം. പിന്നെ ആരെങ്കിലും കുറച്ച് വെള്ളം ചോദിക്കുമ്പോൾ കൊടുക്കാത്ത എന്താണ് നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ വെള്ളയിൽ ഇങ്ങനെ നിൽക്കണ മാതിരി നമുക്ക് തോന്നുന്നത്. പടച്ചോൻ്റെ ഒരു കുതിരത്തിൽ നിൽക്കുകയാണെങ്കിൽ കൊടുക്കൂല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് പേടിക്കും. കാരണം പിറ്റേ നേരം വിളിക്കുമ്പോൾ നോക്കുമ്പോൾ വെള്ളം ഇറങ്ങാൻ പണിയില്ലല്ലോ, വെള്ളം ഭൂമിക്ക് ഇറങ്ങാൻ പണിയില്ല, അത് നിൽക്കണതാണ് അത്ഭുതം, അത്ര അത്ഭുതമാണ്. അപ്പം എന്താണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യുക, നന്ദി കാണിക്കണം എന്നത് ഞാൻ പറയില്ല. ഇതിന് അവസാനത്തിൽ അങ്ങനെ ആയത്തെ അവസാനിപ്പിക്കണേ. ഇതൊക്കെ എന്തിനാ വിശദീകരിച്ച് തരുന്നത്, എന്തിനാ ക്ലാസ് എടുക്കണേ, എന്തിനാണ് പറയണത്, കദാലിക നുസറിഫുൽ ആയാത്തിൽ ഖൗമിൻ യഷ്കുറു, നന്ദി ചെയ്യുന്നവർക്കാണ് ഈ മഴൻ്റെ കഥയും
അതുകൊണ്ട് സസ്യങ്ങൾ ഉണ്ടാവണമൊക്കെ പറഞ്ഞു കൊടുക്കണത് നന്ദിയുള്ളവർക്കാണ്. അതുകൊണ്ട് എന്തൊരു പഴം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുക, നന്ദി പറയും. ഒരടിമയെ അള്ളാഹു തൃപ്തിപ്പെടാൻ എന്ത് മതി എന്നപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്, എന്തേലും ഒന്ന് തിന്നുക, അൽഹംദുലില്ലാ എന്ന് പറയാം. അത്ര പറഞ്ഞാൽ അള്ളാഹ് ഇഷ്ടപ്പെടും ചിലപ്പോൾ. കാരണം റിയാദ് സാലിഹ് നമ്മൾ വായിച്ചിട്ട് കഴിഞ്ഞ ദിവസം, അള്ളാഹ്ക്ക് ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടാൻ എന്ത് മതി, ഏക്കുല്ലാക്കലത്ത് എന്തേലും ഒന്ന് തിന്ന് കഴിഞ്ഞിട്ട് എന്ത് പറയാ, അൽഹംദുലില്ലാ, അത്ര മതി. ഒരു മനുഷ്യനെ അതുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ടു, അവൻ്റെ പാപങ്ങൾ പുറത്ത് സ്വർഗത്തേക്ക് എത്തിക്കാൻ ചിലപ്പോൾ അത് മതിയാവുന്ന നന്ദിക്കുള്ള വേലയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي يرسل الرياح بشرا بين يدي رحمته حتى إذا أقلت سحابا ثقالا سحابا ثقالا سقناه لبلد ميت فأنزلنا به الماء فأخرجنا به من كل الثمرات كذلك نخرج الموتى لعلكم تذكرون والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا كذلك نصرف الآيات لقوم يشكرون